in the morning. Lord, you hear my voice. In the morning, I lay my requests before you and wait expectantly. Welcome to Blessed Morning. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ജൂലൈ മാസം 23-ാം തീയതി വരെ എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. അടിസ്ഥാനത്തിൻ്റെ മുകളിൽ വാതിലുകൾ തുറക്കപ്പെടും. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് അടിസ്ഥാനത്തിന് മുകളിൽ വാതിലുകൾ തുറക്കപ്പെടും നിശ്ചയം. എന്നെ കേൾക്കുന്നവർ, ഈ പ്രഭാതത്തിൽ ഈ വചനം ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം പറഞ്ഞു, എല്ലാ അടിസ്ഥാനങ്ങളുടെ മുകളിലും വാതിലുകൾ തുറക്കപ്പെടുമെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ ദൈവവചനത്തിനകത്ത് അടിസ്ഥാനമിട്ട ചിലരോട് എനിക്ക് പറയാനുണ്ട്, നിങ്ങളുടെ മുമ്പിൽ ചില വാതിലുകൾ ആർക്കും അടയ്ക്കാതെ വണ്ണം ദൈവം തുറക്കാൻ പോവുകയാണ്. ഞാനും നിങ്ങളും ഉറപ്പുള്ള അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. ദൈവവചനത്തിനകത്ത് ഒരാൾ നിന്നാൽ അവൻ്റെ മുമ്പിൽ ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വാതിലുകൾ ദൈവം തുറക്കും. ഇതാ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം എന്നോട് പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഒരു ഭവനത്തിൻ്റെ പണിയിൽ ആദ്യം അടിസ്ഥാനമാണ് ഉറപ്പുവരുത്തുന്നത്. അടിസ്ഥാനം ഉറപ്പുവരുത്തിയാൽ അതിൻ്റെ മുകളിൽ എൻ്റെ ഭാഷയിൽ കട്ടളകൾ വയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതിലുകൾ. ഒരു ഭവനത്തിൽ മെയിൻ ചില വാതിലുകൾ വെക്കുന്നത് കാണാൻ കഴിയും. അതിൻ്റെ ഫ്രണ്ട് വാതിലും അതിൻ്റെ പിൻവശത്തെ വാതിലുകളും മെയിനായി വെക്കുന്നത് കാണാം. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിങ്ങൾ അകത്തോട്ട് വരാനുള്ളതും പുറത്തോട്ട് പോകാനുള്ള വലിയ വാതിലുകൾ ഇതാ തുറന്നു വരികയാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ, യേശു നമ്മോട് പറയുകയാണ്, ഞാൻ തന്നെയാ വാതിൽ, ഞാൻ തന്നെയാ വഴി. ഇതാ യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. അതേ നിലയിൽ തന്നെ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ യേശു വാതിലാണ്. ഇതാ വചനത്തിനകത്ത് അടിസ്ഥാനമിട്ടവന് വേണ്ടി എൻ്റെ യേശു വാതിലായി തീരുകയാണ്. ഇതാ നിനക്ക് വേണ്ടി ചില വാതിലുകൾ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തുറന്നു തരികയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ആ ഉറപ്പുള്ള അടിസ്ഥാനത്തിൻ്റെ മുകളിൽ കട്ടളകൾ വയ്ക്കുമെങ്കിൽ, ഒരു ഭവനത്തിൻ്റെ പണി നടക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഒത്തിരി വാതിലുകൾ കാണാൻ പറ്റും. അതിനകത്ത് മെയിൻ വാതിൽ എന്ന് പറയുന്ന ഫ്രണ്ട് വാതിലാണ്. ആ വാതിൽ കയറുമ്പോൾ ആ ഭവനത്തിനകത്തുള്ള നന്മകൾ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ വിസിറ്റർ റൂം കാണാൻ പറ്റും, അതിനകത്തുള്ള റൂമുകൾ, ഹല്ലേലൂയ, അതേപോലെ കിച്ചൺ കാണാൻ പറ്റും. ആ ഭവനത്തിലുള്ള എല്ലാ നന്മകളും ആ ഫ്രണ്ട് വാതിലൂടെ കയറുമ്പോഴാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ ചിലവരെ നോക്കി ദൂത് പറയുന്നു, നിന്റെ ജീവിതത്തിൽ യേശുവാകുന്ന വാതിലിലൂടെ നീ കയറുമ്പോൾ നിന്റെ ജീവിതത്തിലെ മുഴുവൻ നന്മയുടെ വാതിലുകൾ നീ കാണാൻ പോവുകയാണ്. നിന്റെ ഭാവി അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ഇന്ന് എന്നെ കാണുന്ന, എന്നെ ഈ പ്രഭാതത്തിൽ കേൾക്കുന്ന അനേകരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾ എവിടെല്ലാം തടയപ്പെട്ടിട്ടുണ്ടോ, ഇപ്പോൾ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ അതേ തലത്തിൽ യേശു നിങ്ങൾക്ക് വേണ്ടി വാതിലായി തീരുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും പറഞ്ഞ തടസ്സങ്ങൾ മാറി നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട വാതിലുകളിലേക്ക് കയറുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ അടിസ്ഥാനത്തിൽ ഉറപ്പുവരുത്താൻ പോവുകയാണ്. വചനം എന്ന അടിസ്ഥാനത്തിനകത്ത് നമുക്ക് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നതിനൊക്കെയും പാറമേൽ വീട് പണിത് ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല.
ഈ വചനം കൂടെ നാം കേട്ട് കഴിയുമ്പോൾ വ്യക്തത വെളിപ്പെട്ടു. നാം പാറമേൽ അടിസ്ഥാനമിട്ടവരാണ്. നമ്മുടെ വാതിലുകൾ അടയത്തില്ല, നമ്മുടെ ഭവനം തകരത്തില്ല. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ യേശുവിൽ വന്നവൻ പരാജയപ്പെടത്തിലുള്ള നിശ്ചയമാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം നമ്മോട് പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. എന്നെ കേൾക്കുന്നവരെ, യേശുവിൽ വിശ്വസിക്കുന്നവൻ നശിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വിരോധമായി വീശുന്ന കാറ്റുകൾ, നിങ്ങൾക്ക് വിരോധമായി വീശുന്ന തിരമാലകൾ നിങ്ങളെ തൊടാൻ പറ്റാത്ത രീതിയിൽ അവ നിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങാൻ പോവുകയാണ്. കാരണം യേശു എന്ന വാതിലൂടെ നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ നിങ്ങൾ പറയണം, അനർത്ഥം എന്നെ തൊടത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉറപ്പുള്ള അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിനകത്ത് നന്മയുടെ വാതിലുകൾ ഞാൻ കാണുകയാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. എന്നെ കേൾക്കുന്നവരെ, വിശ്വസിക്കാമെങ്കിൽ മുമ്പിൽ നിൽക്കുന്ന തടസ്സം മാറി, ഇരുട്ട് മാറി, ഇതാ നീ വാതിലിനകത്തുള്ള നന്മകൾ കാണാൻ പോവുകയാണ്. ഈ വചനത്തിനകത്ത് നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ, നമ്മുടെ കുറിവാക്യം നമ്മൾ മറക്കരുത്. ഇതാ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനത്തെ കാത്തു, എൻ്റെ നാമത്തെ നിഷേധിച്ചതുമില്ല. എന്നെ കേൾക്കുന്നവരെ, വചനത്തിന് വേണ്ടി നിൽക്കുന്ന ഓരോ ദൈവമക്കളോട് ഞാൻ പറയുന്നു, ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വാതിൽ ഇതാ നിന്റെ മുമ്പിൽ തുറക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രോമിസ് വാക്യം പോലെ ഒരു വാക്യം ഞാൻ വായിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. എൻ്റെ ദാസനായ മോശെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ വചനം നിങ്ങളോടുള്ള പ്രോമിസാണ്. നിങ്ങൾ ഈ വചനത്തിൽ തന്നെ മുറുകെ പിടിക്കാമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇന്നു മുതൽ നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കും, നീ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി വരുമെന്ന് യോഹന്നാൻ 15:7 പറയുക. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വചനത്തിനകത്ത് നിന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വാതിലുകൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടാൻ പോകും. വിശ്വസിക്കുക, ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു നന്മ വെളിപ്പെടുത്താൻ പോവുകയാണ്. നമ്മുടെ തീരുമാനം ദൈവവചനത്തിനകത്താണെങ്കിൽ, ആ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ ഉയർന്ന വാതിലുകൾ കാണാൻ പോവുകയാണ്. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വാതിലുകൾ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇതാ അത്ഭുതകരമായ വാതിലുകൾ തുറക്കുന്നതിനായി വന്നു. ഈ പ്രഭാതം ഇവർക്ക് വേണ്ടി ഗുഡ് ന്യൂസുകളെ വിളിച്ചു വരുന്നതാട്ടെ. കർത്താവ്, ഇന്ന് തന്നെ ഇവർ അടിസ്ഥാനം ഉറപ്പാക്കിയ വചനത്തിൻ്റെ ശക്തിയാൽ ഇവർക്ക് വേണ്ടി വലിയ വാതിലുകൾ തുറന്നിരിക്കുന്നതിനായി വന്നു. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്, നിങ്ങൾ കടന്നു പറയുന്നത് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയമായി വിളിക്കാം. ഈ നമ്പറിലേക്ക് വേഗത്തിൽ വിളിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.